ബി ജെ പി നേതാക്കൾ പോയത് ഈ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? കേരളത്തിൽ നിന്നുള്ള ആളുടെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്, ബി ജെ പി നേതാക്കന്മാരുടെ? എന്തായാലും അത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ കന്യാസ്ത്രീമാരെ പിടിച്ച് ജാമ്യം നിഷേധിക്കാൻ കഴിയുന്ന വകുപ്പുകൾ ചാർത്തി കൃത്രിമമായി ഇവരെ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഇന്ത്യയിൽ മതനിരപേക്ഷത പുലരണമെന്ന് വാദിക്കുന്നവർക്ക് നേരെയുമുള്ള ഒരു ഭീഷണി ആയിട്ടാണ്. ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ വർഗീയ പദ്ധതികൾക്കെതിരെ നിങ്ങൾ വന്നാൽ നിങ്ങളെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന മോഡി അമിത്ഷാ ഭരണത്തിൻ്റെ, മോഡിയുടെയും അമിത്ഷായുടെയും സ്വേച്ഛാധിപത്യപരമായ മർദ്ദന നയങ്ങളെ അനുകൂലിക്കുന്ന ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ, ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന സംഭവം എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. ഇതിന് സമാനമായ പല ലോകാനുഭവങ്ങളുമുണ്ട്, അതല്ല ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒന്നാമത് ഇപ്പം ബജരംഗദളിൻ്റെയും RSSൻ്റെ ഭാഗമായ സംഘപരിവാറിൻ്റെയും ചില പ്രതിനിധികൾ വിശദീകരിക്കുന്നത് ഇവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമൊന്നും നടക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാത്തതെന്നാണ്. ഇതുപോലെ ആഭാസകരവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്താനില്ല. ഒരു സംസ്ഥാന ഗവൺമെൻറ് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൃത്രിമമായി ചാർത്തി ആളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുക, എന്നിട്ട് ജാമ്യം എടുക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് പരാതി പറയുക. ഇത് ഇന്ത്യൻ രാഷ്ട്രീയം എത്ര അപകടകരമായ ഒരു ടെററിസ്റ്റ് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് ഉണ്ടാക്കുകയാണല്ലോ. മുമ്പും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ എല്ലാം പിടിച്ചെടുത്തിട്ട് ആ കമ്പ്യൂട്ടറിൽ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ്, അവർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തെളിവുകൾ കൃത്രിമമായിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ ചില പ്രത്യേകതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനെ മുഴുവൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയും BJP സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഒരു പദ്ധതിയാണ്. അതാണ് ദുർഗിൽ ഇപ്പോൾ ജയിലറയിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളെ അനുസരിക്കാത്തവർക്കും ഞങ്ങൾക്ക് കീഴ്പ്പെടാത്തവർക്കും ഇതുപോലുള്ള ദുർഗതി ഉണ്ടാകുമെന്നുള്ള ഭീഷണി, ആ ഭീഷണിയുടെ ഭാഷയിലാണ് കേന്ദ്ര സംസ്ഥാന BJP ഗവൺമെൻറ്റുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.